എത്രയോ ഹിന്ദു പെൺകുട്ടികൾ ഒപ്പന കളിക്കുന്നുണ്ട്, തട്ടമൊക്കെ ഇട്ട് മണവാട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. എത്രയോ മുസ്ലിം കുട്ടികൾ മാർഗ്ഗംകളി കളിക്കുന്നു, തിരുവാതിര കളിക്കുന്നു. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഓണത്തിന് റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മഫ്തായിട്ട കുട്ടികൾ സെറ്റ് മുണ്ട് കൊടുത്ത് ഡാൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വല്ലാത്ത ഹാലിലാണ്. അതായത് ഹാലെന്ന വാക്കിൻ്റെ അർത്ഥം അവസ്ഥ എന്ന് മാത്രമല്ല, നമ്മളുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ ഇപ്പോൾ ഹാല് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ആ സോങ്ങും സിനിമയുടെ ഒരു ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഒരു 15 വരികൾ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹാൽ സിനിമയുടെ തിരക്കഥാകൃത്ത് നിഷാദ് കോയയാണ്. ഹലോ സർ, വെൽക്കം ടു കൗമുദി മൂവീസ്. ഓക്കെ, ഹാൽ എന്ന വാക്കിൻ്റെ അർത്ഥം അവസ്ഥ എന്നാണല്ലോ. അതെ. അപ്പോൾ ശരിക്കും ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണോ? ഇപ്പോൾ ഒരു വല്ലാത്ത ഹാലിലാണ്. അതായത് ഹാലെന്ന വാക്കിൻ്റെ അർത്ഥം അവസ്ഥ എന്ന് മാത്രമല്ല, നമ്മളുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ ഇപ്പോൾ ഹാല് എന്ന് ചോദിക്കുന്നൊരു ഇതുണ്ട്. പിന്നെ ഇച്ചിരി വട്ട് കയറി നിൽക്കുന്ന സമയമുണ്ടല്ലോ, അത് പ്രാന്ത് കയറി നിൽക്കുന്ന സമയം വല്ലാത്തൊരു ഹാലിലാന്ന് പറയും, ഹാലിളകി എന്ന് പറയും. അങ്ങനെ സാഹചര്യം അനുസരിച്ച് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നൊരു വാക്കാണ് ഹാല്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ വാക്കർത്ഥം എന്ന് പറയുന്നത് അവസ്ഥ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമ ആക്ച്വലി ത്രെഡ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതൊരു പ്രണയ സിനിമയാണ്. അങ്ങനെ ത്രെഡ് നമുക്ക് ചുറ്റുപാടത്ത് തന്നെ കിട്ടിയൊരു സിനിമയാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന, നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രണയകഥ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മളൊരു എന്താ പറയുക, ഇങ്ങനൊരു ഹാലിലോട്ട് എത്തിപ്പെടും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു സിനിമയ്ക്ക് ഇതിൻ്റെ ഇത്രയും ടെൻഷൻ ഉണ്ടാവേണ്ട ഒരു ആവശ്യം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെയുള്ള ശീലിച്ചിട്ടുള്ള സിനിമ സെൻസറിങ് രീതികളിൽ നമ്മൾ ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെ കൂളായിരുന്നു സെൻസറിന് പോകുന്നത് വരെ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. അതായത് വ്യത്യസ്ത മതങ്ങളിലുള്ളവർ പ്രേമിക്കുന്ന സിനിമകൾ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇറങ്ങിയ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയായിരുന്നു ഹാല്. എപ്പോൾ മുതലാണ്, അല്ലെങ്കിൽ സെൻസർ ബോർഡിൽ പോയപ്പോൾ മുതലാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. അല്ല, പ്രശ്നങ്ങൾ എന്നല്ല, സെൻസർ ബോർഡിലോട്ട് നമ്മളൊരു സിനിമ സ്വാഭാവികമായിട്ടും റിലീസിനോടനുബന്ധിച്ചാണ് കൊണ്ടുപോവുക. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ പോയിരുന്നു സെൻസറിന്. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അവരൊരു 1 മണിക്കൂർ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം നമ്മളെ വിളിച്ചു. അപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ പുറത്തിറക്കിയ നിലപാട് എന്ന് പറയുന്ന സോങ്, ആദ്യം അവർ പറഞ്ഞത് ആ സോങ് തന്നെ ഒഴിവാക്കാനാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ആ സോങ്ങും സിനിമയുടെ ഒരു ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഒരു 15 വരികൾ കട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കുറച്ച് അല്ലാത്ത കട്ടുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കേട്ട് തിരികെ പോന്ന് ഞങ്ങൾ അവരുടെ മെയിലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതായത് എന്തൊക്കെയാണ് കട്ടുകൾ എന്നൊക്കെ അറിയാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് കുറച്ച് ലേറ്റ് ആയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് റിവൈസിങ് കമ്മിറ്റിക്ക് പോവുകയാണ് എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പൂജ ഹോളിഡേയ്സിൻ്റെ ആ സമയത്താണ്, അതിന് ജസ്റ്റ് തൊട്ട് മുമ്പാണ് ദസറ ഹോളിഡേ. നോർത്ത് ഇന്ത്യയിൽ ബോംബെയിലൊക്കെ ദസറ ഹോളിഡേയുടെ തലേ ദിവസമായിരുന്നു റിവൈസിങ് കമ്മിറ്റി സിനിമ കണ്ടത്. അപ്പോൾ അവിടെ നിന്നാണ് ഏകദേശം 14 മുകളിൽ കട്ടുകളും, അഥവാ കട്ട് കട്ട് ചെയ്താൽ പോലും സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ കോടതിയിലോട്ട് പോകാനുള്ള കാരണം. ഇതിനകത്ത് ഞാൻ കണ്ടു 19 കട്ടുകളാണ്. അതായത് ഇപ്പോൾ ഇതിന് മുൻപ് ഇപ്പോൾ എമ്പുരാനിൽ കട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമ സെൻസറിംഗ് ബോർഡിൻ്റെ മുന്നിൽ എത്തിക്കുന്നത് എഡിറ്റേഴ്സും ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ഇരുന്ന് നോക്കി വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ആ സിനിമയെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ എത്തിച്ചിട്ടാണല്ലോ. അവിടെ ചിലപ്പോൾ സെൻസർ ബോർഡ് ഇതിൽ കത്തി വയ്ക്കുമ്പോൾ ആ സിനിമയ്ക്ക് എന്താ സംഭവിക്കുന്നത്? ഒന്ന്, നമ്മൾ സിനിമയുടെ ഭാഗമായിട്ടുള്ള എഡിറ്റിംഗ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഭംഗി കൂട്ടലും ലാഗ് കുറയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജമ്പ് ഉണ്ടെങ്കിൽ അത് ഒക്കെ കൂടെ നോക്കിയിട്ട് നമ്മൾ സിനിമ നന്നാവാൻ വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗാണ്. മറ്റേതെന്ന് പറയുന്നത് സെൻസറിലുള്ള കട്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 19 കട്ട് വരുന്ന സിനിമയാണ് നാളെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇതെന്താ അവിടെ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലല്ലോ, ഇതൊന്നും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചൊരു വിഷയമല്ല. അവന് പൈസ കൊടുത്ത കാശ് വസൂലായോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമയെ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. അവരും തിയേറ്ററിൽ എന്താണോ കണ്ടത് അതിനെ അവർ റിവ്യൂ ചെയ്യുള്ളൂ. അത് തെറ്റൊന്നുമല്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ക്രിയേറ്റിവിറ്റി എവിടെയൊക്കെയോ ആരൊക്കെയോ ചേർന്ന്
മുറിച്ച് വെട്ടി മാറ്റിയ ഒരു സാധനമാണ് നിങ്ങളെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ളൊരു വിഷയം. സിനിമയുടെ കഥയെ തന്നെ ഇത് ബാധിക്കുന്നു എന്നുള്ളത്. നമുക്ക് കഥയുടെ ഒഴുക്കിനെ ബാധിക്കും. അതായത് നമ്മളൊരു കഥ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടം വരെ വന്ന കാര്യം എനിക്ക് വേണമെങ്കിൽ 2 വാക്കുകളിൽ പറയാൻ പറ്റും. അതേസമയത്ത് ഞാനതൊരു വിശദമായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ബസ്സിൽ കയറിയതും അതിൻ്റെ ഇടയിൽ കണ്ട ആൾക്കാരെയും അവരുമായിട്ട് സംസാരിച്ചതും ഇവിടെ വന്ന് എന്നെ വിളിച്ച് അഡ്രസ്സ് ചോദിച്ചതൊക്കെ പറഞ്ഞു പോകുന്നൊരു രീതി ഉണ്ടല്ലോ. അതിൽ നിന്ന് 2 സാധനം എടുത്ത് മാറ്റിയാൽ ചിലപ്പോൾ ഇതെന്താ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ ആ കൊച്ചിവിടെ വീട്ടിലെത്തിയല്ലോ എന്ന് പറയുന്നൊരവസ്ഥ വരില്ലേ എന്ന് പറയുന്ന പോലെ സിനിമയുടെ ആസ്വാദനത്തിനെ ബാധിക്കും. ഇപ്പോൾ സർട്ടിഫിക്കറ്റേ തരുള്ളൂ, നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ നമ്മൾ റെഡിയായി, അപ്പോൾ സർട്ടിഫിക്കറ്റേ പിന്നെയും തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ റീസൺ എന്താ വ്യക്തമായിട്ട് ചോദിച്ചില്ലായിരുന്നു? അല്ല, നമ്മൾ കട്ട് ചെയ്യാൻ റെഡിയാണ് എന്നല്ല, അതായത് ചെറിയ കട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഇത് ഇങ്ങനെ ഒരു പറഞ്ഞ റീസൺ സർട്ടിഫിക്കറ്റ് നമ്മൾ ചോദിച്ചു. ന്യൂഡിറ്റി ഇല്ല, വയലൻസ് ഇല്ലാത്തൊരു സിനിമ, എന്താണ് സർട്ടിഫിക്കറ്റിനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താണ് കമ്മ്യൂണൽ സെൻസിറ്റിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇവർ ഈ കട്ട് പറഞ്ഞത്. അപ്പോൾ ഈ കട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും സർട്ടിഫിക്കറ്റേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താ ലോജിക്കെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് കുട്ടികളെ കാണിക്കാൻ പറ്റാത്തൊരു സിനിമയാണ് അപ്പോൾ എന്നുള്ള രീതിയിലാണ് അവരുടെ വെർബലി അവർ നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സിനിമ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ വേറൊരു ആളുകൾ വരുമ്പോൾ അവരുടെ താല്പര്യത്തിന് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ ഇത്രയും ചെറിയ മനസ്സുള്ള അല്ലെങ്കിൽ ചെറുതായി പോവുമോ ആൾക്കാർ എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം ഏത് സിനിമ വന്നാലും നമ്മൾ എന്താ പറയുക, സന്ദേശം, പഞ്ചവടിപ്പാലം, MT സാറിൻ്റെ പടം, നമ്മുടെ പേര് മറന്നുപോയി പെട്ടെന്ന്, ഇതെല്ലാം കണ്ടു വളർന്നൊരു സമൂഹത്തോടാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ രഞ്ജി പണിക്കർ സാറിൻ്റെ പടങ്ങൾ, അതിലൊക്കെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ നേതാവോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയോ എപ്പോഴും അതിൽ വിമർശിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു വളർന്ന മലയാളി സമൂഹത്തോട് നിങ്ങളിനി സിനിമയിൽ രാഷ്ട്രീയം പറയണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ബിംബവൽക്കരിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ലോജിക്ക് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അല്ല, വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം, സിനിമകളിലെ രാഷ്ട്രീയം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അതായത് ഇപ്പോൾ വ്യത്യസ്ത മതത്തിലുള്ള 2 പേര് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് എവിടെയാണ് ഈ മതസ്പർദ്ധ അല്ലെങ്കിൽ മതവുമായിട്ടുള്ള? ഞങ്ങൾ ഈ സിനിമയിൽ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രണയിക്കുക, വിവാഹം കഴിക്കുക, അതിന് നമ്മൾ പൊതുവെ കാണുന്നൊരു രീതി പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മതത്തിലോട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അതായത് പെൺകുട്ടികൾ അവരുടെ വീടും മാതാപിതാക്കളെയും അവർ ജീവിച്ച ചുറ്റുപാടുകളും എല്ലാം വിട്ട് വേറൊരാളോടുള്ള ഇഷ്ടം കൊണ്ട് അയാളുടെ കൂടെ പോകാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ആൺകുട്ടി എന്ന് പറയുന്ന ആൾ, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആ പെൺകുട്ടിയെ അവൻ്റെ മതത്തിലോട്ട് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അവളുടെ എല്ലാം ഇട്ടെറിഞ്ഞാൽ നിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അവളുടെ വിശ്വാസമെങ്കിലും മുറുകെ പിടിച്ച് ജീവിക്കാൻ അവളെ അനുവദിക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ സിനിമയുടെ ടോട്ടാലിറ്റി. അതായത് പ്രേമവിവാഹങ്ങളിൽ ആണിൻ്റെ മതത്തിലോട്ട് പെണ്ണ് മാറ്റപ്പെടേണ്ടി വരിക എന്ന് പറയുന്നതിനെതിരെയാണ് ഞങ്ങൾ സിനിമയിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പോയിന്റിലോട്ട് എത്താനുള്ള ഒരു യാത്രയുണ്ട് സിനിമയുടെ. ആ യാത്രകൾക്കിടയിലുള്ള സംഭവങ്ങളാണ് പലപ്പോഴും പലരെയും അസ്വസ്ഥപ്പെടുത്തിയത്. അല്ല, ഇത് ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ, ഇപ്പോൾ പുറകിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. കൂടുതലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്നാലും ഇത് പറയാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്ര വലിയൊരു പുകിലാക്കേണ്ട പ്രശ്നമാണോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും അത് തന്നെയാണ്. ഞങ്ങളിത് സെൻസറിന് പോകുന്ന നിമിഷം വരെ നമുക്കിങ്ങനെ പ്രശ്നം നമ്മുടെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. ഇപ്പോൾ ഷെയ്ൻ നിഗമാണ് നമ്മുടെ നായകനായിട്ട് വരുന്നത്. ഷെയ്ൻ നിഗത്തിനോടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കരിയർ നശിപ്പിക്കാൻ നോക്കും, അപ്പോൾ അതിൻ്റെ ഭാഗം കൂടെയാണോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ? ഷെയ്ൻ നിഗത്തിനോടൊന്നല്ല, ഒരു താരത്തോടും അങ്ങനെ ഒറ്റപ്പെടുത്താനൊന്നും ആരും നോക്കുന്നൊന്നുമില്ല. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ തീരെ പക്വമല്ലാത്ത കുറച്ച് ആൾക്കാർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എന്തെങ്കിലും പറയും എന്നല്ലാതെ, ഒരു താരത്തിൻ്റെ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ മലയാളികൾ ഒന്നടങ്കം പോയി കാണും. ഈ പറയുന്നവരും പോയി കാണും, എല്ലാവരും പോയി കാണും. ഇത് നമുക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അപ്പം മമ്മൂട്ടി, മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ എല്ലാ തരത്തും അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതിൽ വളരെ ജെന്യുവനായിട്ട് 2 താരങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അവരെ ഇഷ്ടപ്പെട്ട് അവരുടെ സിനിമകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ അവരെ മതപരമായിട്ട് ചിന്തിച്ച് ഇതാക്കുന്ന ആളുകളുമുണ്ട്. ഞാനിത് നേരിട്ട് ഒരിക്കൽ മമ്മൂക്കാടുത്ത് പറഞ്ഞതുമാണ് ഈ വിഷയം.
ചില മുസ്ലിം പോക്കറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസിൻ്റെ ബോർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1921 മറ്റേ പച്ച റിബണൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ബോർഡ്, അല്ലെങ്കിൽ ദാദാ സാഹിബിലെ മറ്റേ താടി വെച്ചിട്ടുള്ള ഒരു ബോർഡ്. ചില ഹിന്ദു പോക്കറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ആറാം തമ്പുരാനിലെ ഓം എന്ന് പറയുന്ന ചെയിൻ ഇങ്ങനെ കടിച്ച് മോഹൻലാൽ നിൽക്കുന്നൊരു പടം. ഇങ്ങനെയുള്ള സിംബോളിക്കായിട്ടുള്ള ചില സാധനങ്ങൾ ഈ ഫാൻസിൻ്റെ ഇടയിൽ പോലും മുമ്പുണ്ട്. അത് എല്ലാവരും അങ്ങനെയല്ല, പക്ഷേ വളരെ കുറഞ്ഞ ആളുകൾ അത് അന്ന് മുതലേ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലോട്ട് പയ്യെ പയ്യെ ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തുനിന്നും. അത് ഫാനിസം മുതൽ ഉള്ള കാര്യം നോക്കുകയാണെങ്കിൽ. അപ്പം പക്ഷേ ഷെയ്നിനോടോ അല്ലെങ്കിൽ വേറൊരു ആർട്ടിസ്റ്റിനോടോ ഒന്നും അങ്ങനെ ആർക്കും ഒരു പ്രത്യേക കുറച്ച് ചെറിയ വിഭാഗം അത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് ഇട്ട് ആസ്വദിക്കുന്ന അത് നമുക്കറിയാം. അപ്പം ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ പോലും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അത് അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ളൊരു സമൂഹം എല്ലാത്തിൻ്റെയും പുറകെയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പിൻപറ്റുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന മൈലേജായി മാറും. അപ്പോൾ അതിനൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മളൊരു ഉത്തമ സമൂഹമായിട്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം വീണ്ടും നമ്മൾ ഇങ്ങനെ കുടുസായിട്ട് വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. 2025 അതെ. ഓക്കെ, ഇപ്പോൾ ഈ 19 കട്ടുകൾ എന്ന് പറയുന്നത് അതിനകത്ത് ബീഫ് ബിരിയാണി കഴിക്കുന്ന ഒരു രംഗം കട്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. ബീഫ് ബിരിയാണി നമുക്ക് ഇവിടെ എവിടെ പോയാലും ഹോട്ടലുകളിൽ ഇഷ്ടം പോലെ കിട്ടുന്ന സംഭവം. അതിനകത്ത് ഇപ്പോൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യനോ മുസ്ലിമെന്നോ ഒന്നും വ്യത്യാസം, ഇഷ്ടമുള്ളവരെല്ലാം നമ്മളിവിടെ കഴിക്കാറുണ്ട്. പിന്നെ എന്തിനായിരുന്നു ആ രംഗം കട്ട് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ അവർ ഇത് റിലീജിയസ് സെൻസിറ്റിവിറ്റിയുടെ കാര്യമാണ് പറയുന്നത് നമ്മളടുത്ത്. അപ്പം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ബീഫ് വിധേയമായിട്ടുള്ളൊരു ഭക്ഷണമാണ്, നിരോധിക്കപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 80% മലയാളികളും പൊറോട്ടയും ബീഫും കണ്ടാൽ വിടാത്ത ആൾക്കാരുമാണ്. അപ്പം നമ്മൾ ഈ ബീഫിനെ സിനിമയിൽ കൊണ്ടുവന്നത് പോലും നമുക്കിടയിൽ ഈ ഭക്ഷണത്തിൻ്റെ പേരിലുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അതായത് നമ്മൾ പരിഹാസ്യ രൂപേണ ഈ സിനിമയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ തീവ്ര ചിന്താഗതിക്കാരെയും എല്ലാം നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതും ചെയ്തേക്കണേ. ഇനി നാളെ ഒരു കൂട്ടർ വരികയാണ്, ഞാൻ പന്നി കഴിക്കില്ല, അതുകൊണ്ട് നീയും കഴിക്കരുത്, നിൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ വന്ന് പന്നി നോക്കും, കഴിച്ചിട്ടുണ്ടോ നോക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനും സിനിമ ചെയ്യും. കാരണം ഇന്ന് നമുക്ക് ചുറ്റും അങ്ങനെ ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന ആദ്യത്തെ കമൻറ്റ് പോയാൽ പന്നി വിളമ്പിയാലോ എന്ന് ചോദിച്ചിട്ടുള്ള കമൻ്റായിരിക്കും. ഞാൻ പറയുന്നു, നാളെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയോ അല്ലെങ്കിൽ മുസ്ലിമോ വന്നിട്ട് ഞാൻ പന്നി കഴിക്കില്ല അതുകൊണ്ട് നീയും കഴിക്കണ്ട എന്ന് പറയുന്നൊരു സ്റ്റാൻഡ് ഇവിടെ എടുത്താൽ അടുത്ത എൻ്റെ സിനിമയിൽ അത് ഞാൻ പ്രതിപാദിച്ചിരിക്കും. ഇപ്പം എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തിയാൽ മതി, അത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. അപ്പോൾ ഇത് ഒരു തിന്മയ്ക്ക് മറ്റൊരു തിന്മ എന്ന് പറയുന്ന രീതിയിലല്ല, നമ്മൾ ഇതിൽ നിന്നൊക്കെ മുക്തമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളൊരു ഏറ്റവും നല്ല സമൂഹത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന രീതികളാണ് സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കട്ടുകൾ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ സിനിമയിലൊരു ബിഷപ്പിൻ്റെ ക്യാരക്ടറുണ്ട്. അപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബിഷപ്പിൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ പ്ലേ ചെയ്തതിന് യഥാർത്ഥ ബിഷപ്പ് ഹൗസിൽ നിന്ന് ബിഷപ്പിൻ്റെ സമ്മതപത്രം വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ വാങ്ങിക്കണം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു മുഖ്യമന്ത്രിയെ വെച്ച് സിനിമ ചെയ്യുന്നു, മുഖ്യമന്ത്രിനെ കഥാപാത്രമാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു സിറ്റി പോലീസ് കമ്മീഷണറെ കേന്ദ്ര കഥാപാത്രമായിട്ട് സിനിമ ചെയ്യുകയാണെങ്കിൽ അയാളുടെ സർട്ടിഫിക്കറ്റോടുകൂടി ആ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ സിനിമയായിട്ട് മുന്നോട്ട് പോകും? ഇപ്പോൾ മമ്മൂക്കയുടെ ഇറങ്ങി നമുക്കറിയാം അത് എന്താണെന്നുള്ളത്. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശുപാർശ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പെർമിഷൻ ലെറ്റർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹോളി ഏഞ്ചൽസ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നൊരു ബോർഡ്, അത് കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും തന്നെയാണ്. മലയാളികൾ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോകാത്ത മലയാളികളുണ്ടാവില്ല. അപ്പോൾ അത്രയും നമ്മൾ അവരുടെ സേവനം അംഗീകരിക്കുകയും അതുമായിട്ട് നമ്മളുടെ ലൈഫിനെ പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത്രയും ഒരു സേവന ഇതിൽ മികവ് കാണി. ഞാൻ എപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്കൂളുകൾ നടത്തിപ്പ് എനിക്കത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയും അതൊക്കെ ക്രിസ്ത്യൻസിനെ കണ്ടുപഠിക്കണം. അവരതിലോട്ട് അർപ്പിച്ച് നടത്തുന്ന ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളാണെങ്കിലും നടത്തുന്ന ചില കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു വേറൊരു സമുദായത്തിനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും സിനിമയിൽ അതിൻ്റെ ഒരു ബോർഡ് കാണിക്കുമ്പോൾ
അത് പറ്റില്ല എന്ന് പറയുന്നതിനൊക്കെയുള്ള ന്യായീകരണം എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കോടതിയെ സമീപിച്ചത്. അല്ല, ചോദിച്ചില്ല. അതിന് മുൻപും ബിഷപ്പുകൾ സിനിമകളിൽ വന്നിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഹാലിനുള്ളത്? അല്ല, ഇത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന ഒരു ഏരിയ ഒന്നുമല്ല. അതായത് ഒന്ന്, നമ്മൾ ഭാഷ ഒരു വിഷയമാണ്. നമ്മളവിടെ ചെന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ളൊരു വിഷയം സംസാരിച്ചു, അവരവരുടെ സ്റ്റാൻഡ് പറഞ്ഞു, അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് പറയുന്നു എന്നല്ലാതെ അവരൊരു മാക്സിമം എന്താ പറയുക, ഒരു 20 മിനിറ്റ് സമയമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കിട്ടിയത്. അപ്പോൾ അതിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും എനിക്ക് തോന്നുന്നത് ഹിന്ദി നോർത്ത് ഇന്ത്യൻസാണ്. മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് 2 പേരാണ് ഭാഷ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അവരുടെ പേരൊന്നും അറിയില്ല. നമുക്ക് തോന്നിയാണ് അവരുടെ വേഷവിധാനവും കണ്ടപ്പോൾ തോന്നിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ സിനിമയ്ക്കെന്നല്ല, ഞാൻ പറയുന്നത് നാളെ മീഡിയയ്ക്കും നിങ്ങളൊരു പുസ്തകം എഴുതിയാലും ഒക്കെ ഇങ്ങനെ ഒരു സെൻസറിങ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, നാളെ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് മാത്രം വാർത്തയായിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് മാത്രം കൊടുത്താൽ മതി എന്ന് നോർത്ത് കൊറിയയിലൊക്കെ ഏതൊരു വിഭാഗം പറഞ്ഞാലും, ഞാൻ പറയുന്നത് ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇന്ന സമുദായം എന്നല്ല, ഏതൊരാൾ വന്ന് പറഞ്ഞാലും അതിനെ നമ്മൾ എതിർക്കേണ്ടത് നമ്മളുടെ മാധ്യമപ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെയും കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിക്കണം. അല്ല, അപ്പോൾ ഇനിയിപ്പോൾ ഒരു സിനിമ നമ്മൾ ഇറക്കണമെങ്കിൽ ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇതുപോലെ സെൻസർ ബോർഡിൽ കൊടുത്ത് അതിനകത്തൊരു തീരുമാനമായിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ശരിക്കും അത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കൊടുത്ത് അവർ സെൻസർ ബോർഡിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രിപ്റ്റുമായിട്ട് കോടതി പോയാൽ മതിയല്ലോ. ഇത് സിനിമ മൊത്തം പൈസ മുടക്കി ചെയ്തിട്ട് പിന്നെ ഈ പൈസയും വേസ്റ്റാണ്, ഇത്ര ആൾക്കാരുടെ അധ്വാനം, ഇതെല്ലാം പോവില്ല. അതുപോലെ നമുക്ക് സ്ക്രിപ്റ്റിൽ ഇന്ന സ്ഥലത്ത് സെൻസർ ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് കോടതിയിലോ അല്ലെങ്കിൽ ഇനി അത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനുശേഷം ബാക്കി ഷൂട്ട് ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ നിയമ വഴിക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. ഇത്രയും പൈസ ചിലവില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം സിബി സാറിൻ്റെ ഒരു ഇത് കണ്ട്, ഞാൻ ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ സിബി സാർ പറഞ്ഞ പോലെ ഇപ്പോൾ കോടതി വ്യവഹാരത്തിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് പ്രൊഡ്യൂസർ മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് സിനിമയുടെ ചിലവിലോടുകൂടി. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് പോവുകയെന്ന് പറയുമ്പോൾ നമ്മളത് എല്ലാവരും, ഞാൻ പറയുന്നത് ഇത് ആരും വിമർശിക്കാനൊന്നുമല്ല, എല്ലാവരും നമ്മൾ സ്വയം ചിന്തിക്കണം. ഇങ്ങനെ വേണോ, നമ്മൾ ഇത്രയും ചെറുതായി പോകേണ്ട ഒരു സൊസൈറ്റി ആണോ? കാരണം ലോകം മുഴുവൻ മാറി വേറൊരു ലെവലിലോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മളിപ്പോഴും ഇവിടെ മതവും ഇതും പറഞ്ഞ് ഇങ്ങനെ കലഹിച്ച് എന്തിനാണ്? നമ്മളുടെ വരുന്ന തലമുറയെങ്കിലും ഒന്ന് ഈ ലോകത്തിൻ്റെ വികസനവും അതിൻ്റെ ഉയർച്ചയും ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എന്ന്. ഈ തമ്മി തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളോ ഇതൊക്കെ കണ്ടു വളർന്നു. ഇപ്പോൾ വിഭജനത്തിൻ്റെ കാലം മുതൽ നമുക്ക് കേട്ടറിഞ്ഞും കണ്ടും ഒക്കെയുള്ള പല കാര്യങ്ങളുണ്ട്, കലാപങ്ങളും ഒക്കെ. അപ്പോൾ അടുത്ത തലമുറയെങ്കിലും ഫ്രീ ആയിട്ട് ചിന്തിക്കട്ടെ, ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ. ഞാൻ പറയുന്നത് ഇത് മതമില്ലാത്ത ലോകം ഉണ്ടാക്കാമെന്നൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും എനിക്ക് എൻ്റെ വിശ്വാസവും അനുസരിച്ച് നമുക്ക് ഒരുമിച്ച് ജീവിക്കാനും സ്നേഹിച്ച് ജീവിക്കാനും പറ്റുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സംഭവമാണ്. അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടണം എന്ന് പറയാം. ഈ രാഖി കെട്ടുന്ന ഒരു സീനുണ്ട്, അത് ബ്ലർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആക്ച്വലി ഇൻറ്റൻഷനലി അങ്ങനെ ഇതിന് മുൻപത്തുള്ള സിനിമകളിലൊക്കെ ധാരാളം അങ്ങനത്തെ സീൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് രാഖി എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ ചിഹ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു മതത്തിൻ്റെ ചിഹ്നമായിട്ട് എല്ലാവരും അത് ഉപയോഗിക്കുന്നുമില്ല. ചില ആളുകൾ കെട്ടാറുണ്ട്. അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സമയത്തും നമുക്കൊരാളുടെ പേര് സിനിമയിൽ വളരെ കുറഞ്ഞ സമയമായിരിക്കും ഒരു കഥാപാത്രം വന്ന് പോവുക. അപ്പോൾ അയാളുടെ ജാതിയും മതവും അയാളുടെ പേരും പറയാൻ ആ സിനിമയിൽ ചിലപ്പോൾ പറ്റില്ല. അതിനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ആ സീൻ അതിൻ്റെ ഒഴുക്കിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അയാൾ ചിലപ്പോൾ ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഈ പറഞ്ഞ രാഖി സീനിൻ്റെ കൂടെ തന്നെ ഒരു മുസ്ലിം കുറച്ച് ആൾക്കാരുണ്ട്, തൊപ്പിയും ഒക്കെ ഇട്ടിട്ട്. അവരുടെ മുണ്ട് ഞെരിയാണിക്ക് മുകളിലാണ്. അപ്പോൾ അവരുടെ ഒന്നും പേര് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അതിൽ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ബാക്കിയുള്ളവരൊന്നും പേര് പറയുന്നില്ല. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ മുസ്ലിങ്ങളാണ്, ഇവർ ഹിന്ദു വിശ്വാസത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ബുദ്ധിസ്റ്റ് ഇതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബുദ്ധിസ്റ്റ് മറ്റേ റെഡ് സാധനം കൊടുക്കും. ഞാൻ തന്നെ എഴുതിയ മധുരനാരങ്ങയിൽ അങ്ങനെ ബുദ്ധിസ്റ്റ്. അപ്പോൾ അതെന്തിനാണ് ചെയ്യണത്? നമ്മൾ ഓഡിയൻസിന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമ്മളൊരാളെ അവഹേളിക്കാനോ ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലുക്ക് കണ്ടിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് ഈസി വേ ആണ്. അത് നമ്മൾ വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എളുപ്പമാർഗ്ഗമാണല്ലോ അത്. മറ്റേത് നമ്മൾ ഞാൻ ഇന്ന ആൾ ഇന്ന ആളാണ് കേട്ടോ, ഇന്നയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയേണ്ടി വരും. എല്ലാത്തിനകത്തും വെക്കാൻ പറ്റില്ല. പറ്റില്ല, അതാണ്.
ശരി. അതുപോലെ ഈ പർദ്ദ യൂസ് ചെയ്യുന്ന രംഗങ്ങളും ഇപ്പോൾ സാധാരണ മുസ്ലിം കഥാപാത്രങ്ങളെ കാണിക്കുന്ന സമയത്ത് വീട്ടിലെ സ്ത്രീകൾ അത് യൂസ് ചെയ്യുന്നത് നോർമലായിട്ട് വരുന്നതാണ്. ഈ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ കുറേ സിനിമകളിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പർദ്ദ ഇട്ടിട്ട് എടുത്ത് ഓടുന്നതൊക്കെ കണ്ടിട്ടൊക്കെ അന്നൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നം. ഇതിൽ ഈ സിനിമയിൽ അപ്പം അന്ന് കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഭാഗമായിട്ടാണ്. അതൊരു റാപ്പ് സോങ് ആണ്. അത് നായകനും കൂട്ടുകാരും കൂടെ ചേർന്ന് ഒരു ആൽബം പോലെ ഒരു റാപ്പ് ഷൂട്ട് ചെയ്യുന്നതാണ്. അവരുടെ തന്നെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പണം സ്വരൂപിച്ച് ചെയ്യുന്നൊരു റാപ്പ് സോങ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നായിക ഒരു പർദ്ദ ധരിച്ചിട്ട് ഇവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നായിക പർദ്ദ ധരിക്കാനുള്ള കാരണം അവർക്ക് വീട്ടിലറിയാതിരിക്കാൻ പേടിച്ചിട്ടാണ്. അപ്പോൾ അത് നായികയുടെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് ഇത് ലിസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കൂൾ യുവജനോത്സവങ്ങൾ എത്രയോ ഹിന്ദു പെൺകുട്ടികൾ ഒപ്പന കളിക്കുന്നുണ്ട്, തട്ടമൊക്കെ ഇട്ട് മണവാട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. എത്രയോ മുസ്ലിം കുട്ടികൾ മാർഗ്ഗംകളി കളിക്കുന്നു, തിരുവാതിര കളിക്കുന്നു. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഓണത്തിന് റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മഫ്തായിട്ട് കുട്ടികൾ സെറ്റ് മുണ്ട് കൊടുത്ത് ഡാൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇങ്ങനൊരു സമൂഹത്തോടാണ് ഈ പറയുന്ന രീതിയിലുള്ള വളരെ എന്താ പറയുക ലോജിക്കലി നമുക്ക് കണക്റ്റ് ആവാത്ത കാര്യങ്ങൾ പറയുന്നത്. എനിക്കൊരു ഈ ഇടയ്ക്കാണോ ഇതുപോലെ സെൻസറിംഗ് ബോർഡിൻ്റെ ഇടപെടലുകൾ വന്നത്? ഇതിന് മുൻപ് ധാരാളം സിനിമകൾ ഇറങ്ങിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത്രയും പ്രശ്നങ്ങളൊന്നും മുമ്പ് ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ എനിക്ക് 7ാമത്തെ സിനിമയാണ്. മുമ്പൊന്നും പോയപ്പോഴൊന്നും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അങ്ങനെ അപ്പോൾ എന്താ പറയുക, ഞാൻ ചെയ്ത സിനിമകളിലും പൊളിറ്റിക്കലിയുള്ള ചെറിയ ഡയലോഗുകളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ വിഷയമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ബ്രൂട്ടാലിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഇത്രയും പോകണോ നിങ്ങൾക്ക്, അത്യാവശ്യം സർട്ടിഫിക്കേഷൻ വെറുതെ അത്രയും മൈനസ് ആക്കണ്ട, അപ്പോൾ UAE അല്ലെങ്കിൽ ഇതിലോട്ട് പോകണ്ട, കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ എന്ന് പറയുമെന്നല്ലാതെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ഇത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അൺഒഫീഷ്യലായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ആരുമായിട്ട്? സെൻസറിംഗ് ബോർഡിലെ ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പക്ഷേ ഞാൻ സംസാരിച്ചിട്ടില്ല. ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ജസ്റ്റ് അവർ നമ്മളത് ഫോൺ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് അവർ വിളിച്ചതല്ല, നമ്മൾ അങ്ങോട്ട് വിളിച്ചതെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിടുകയാണ് എന്ന് പറഞ്ഞിട്ടു, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഡയറക്ടർ വീര സാറ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അവിടെ പോയി സംസാരിച്ച സമയത്ത്, അതായത് ഒരിക്കലും ഒരു വേറെ ഭാഷയിലുള്ള ഒരാൾക്ക് പറയാൻ പറ്റാത്ത വേർഡ്സ്, നമ്മുടെ കുറച്ച് ലോക്കൽ വേർഡ്സ് അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് മാത്രം അറിയാവുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് അവർ യൂസ് ചെയ്തു. അവരത് യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവണം, അല്ലാതെ ഇപ്പോൾ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് നമുക്ക് അവിടെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയുള്ള വാക്കുകൾ അവർക്ക് മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം ഫ്ലൈറ്റിലിരുന്ന് ഇന്ന ഏരിയ ആയിരിക്കും പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഒരാൾ പറഞ്ഞേ അതൊന്നും അവർക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയായിരിക്കുമല്ലേ, മനസ്സിലാവില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ അവർ സബ് ടൈറ്റിൽ കണ്ടിട്ടായിരിക്കാം, എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ആരോ പറഞ്ഞ പോലെ കറക്റ്റ് ആ വാക്കുകൾ തന്നെ മെൻഷൻ ചെയ്ത് നമുക്ക് ലിസ്റ്റ് തന്നത്. അപ്പം ഇപ്പോൾ അതിൽ നമുക്ക് തന്ന ലിസ്റ്റിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നൊരു ഡയലോഗുണ്ട്. ഞാനത് ഇതുവരെ എനിക്ക് ചാനലിലൊന്നും പറഞ്ഞിട്ടില്ല. പൊതുവേ നമ്മൾ മലയാളികൾ, ഇതാണ് ഡയലോഗ്, പൊതുവേ നമ്മൾ മലയാളികൾ വളരെ സൗഹാർദ്ദത്തോടും ഇതോടുകൂടി സന്തോഷത്തോടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതിലേക്കൊരു ചെറിയ തീപ്പൊരി വീണാൽ മതി എല്ലാം ഇതാവാൻ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് നമ്മളായിട്ട് അതിനൊന്നും ഒരു കാരണക്കാരാവരുത് എന്ന് ഒരു ഡയലോഗുണ്ട്. ഈ ഡയലോഗിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പറയുന്ന, അതായത് നമ്മൾ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ്, അതിലോട്ട് ചെറിയൊരു തീപ്പൊരി വീണാൽ മതി ഇതൊക്കെ ഇല്ലാതാവാൻ. അപ്പോൾ അതിനൊന്നും നമ്മളൊന്നും ആരും കാരണക്കാരാവാൻ പാടില്ല എന്ന് മുതിർന്ന ഒരാൾ, ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറിനെ അവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം, വളരെ പോസിറ്റീവായിട്ട് വരേണ്ട ഒരു ഡയലോഗിനെ അത് കട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ, അപ്പോൾ സൗഹാർദ്ദം ആഗ്രഹിക്കാത്തവരാണ് ഇവർ. അപ്പോൾ എനിക്കറിയില്ല, അത് തന്ന ലിസ്റ്റിൽ അതുകൊണ്ട് അതിനൊന്നും നമുക്കങ്ങനെ വലിയ എക്സ്പ്ലനേഷൻ ഇല്ല. നമ്മൾ ചോദിച്ചിട്ട് നമുക്കങ്ങനെ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കിട്ടിയില്ല. കാരണം ഇവർക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും ഫുള്ളായിട്ട് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളതിന് പിന്നെ ഒന്നാമത് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം ദസറ ഹോളിഡേയ്സാണ്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ മാതിരി ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. അപ്പം നമ്മൾ അത് തിരക്കും നമ്മൾ മനസ്സിലാക്കിയിരുന്നു.
അതുകൊണ്ട് നമ്മൾ പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. ഒരു നമ്മളെ വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചതും ഒക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇത് നമുക്ക് എങ്ങനെ ഇത് എന്ന് മനസ്സിലായില്ല. ആ ഡയലോഗിൻ്റെ എന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഭരിക്കുന്ന പാർട്ടി അനുസരിച്ച് സിനിമകൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് മാറും, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് മാറ്റണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണോ നമ്മൾ പോകുന്നത്? അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, അങ്ങനെയൊക്കെ പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിപ്പോൾ ഇനി നമ്മൾ ഇന്ന പാർട്ടി എന്നല്ല, ഏത് പാർട്ടി വന്നാലും നമ്മൾ അതിനെ എതിർക്കണം. അപ്പം നാളെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നിട്ട് ഇങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എതിർത്തേ പറ്റൂ. കലാകാരന്മാരും മാധ്യമപ്രവർത്തകരുടെയും ബാധ്യതയാണത്. ഇപ്പോൾ ഈ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മളിപ്പോൾ മീംസ് വരെ കാണാം. നമ്മുടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ കോമഡി ആയിട്ട് മീംസ് വരാറുണ്ട്. നമ്മളെല്ലാവരും അത് ആസ്വദിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നങ്ങളാവുന്നു. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ എല്ലാവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. പിള്ളേരുടെ കയ്യിലടക്കം ഫോണുണ്ട്, എല്ലാവരിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചാനലുകളിൽ ഒരുപാട് പൊളിറ്റിക്കൽ സെറ്റപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. ഇതിലൊന്നും ഇല്ലാത്ത വിഷയം സിനിമയിൽ മാത്രമേ സെൻസറിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് ആലോചിച്ചിട്ടെടുത്തും പിടിക്കിട്ടില്ല. അപ്പോൾ ഇനി അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പേര് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് എന്ന് പറഞ്ഞ സിനിമയും ഇത് വിഷയത്തിലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾക്കും ഒക്കെ സാമ്പത്തികമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പടം ഇറക്കിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോടതി പോവാതെ സിനിമ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ വിഷയങ്ങൾ നേരിട്ടുണ്ടെന്നുള്ളത് അവർ തുറന്നു പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹാള് കോർട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കോടതി വിധി നമുക്ക് അനുകൂലമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോടതി വിധി അനുകൂലമാവില്ല എന്നുള്ളതല്ല, കോടതി നമുക്ക് പ്രതീക്ഷയുണ്ടല്ലോ. നമ്മളുടെ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും അവസാനത്തെ അത്താണിയാണ് ഇവിടുത്തെ ജുഡീഷ്യറി. അപ്പോൾ ജുഡീഷ്യറിയിലുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ അതെന്താണെങ്കിലും അത് നമ്മൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരുമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, കാരണം നമ്മളുടെ ജുഡീഷ്യൽ സംവിധാനങ്ങൾ അത്രത്തോളം അങ്ങോട്ട് ഇതായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ അത് നമുക്ക് വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ആ രീതിയിലുള്ള ന്യായമായിട്ടുള്ള വിധി തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. അടുത്ത പ്രൊജക്റ്റ് ഏതാണ്? അടുത്ത ഞാൻ ഹസ്കി എന്ന് പറഞ്ഞിട്ടൊരു പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കഥയാണ്. അതും ഇതുപോലെ തന്നെ ചെറിയൊരു എന്താ പറയുക, ഒരു മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. യുക്രൈൻ റഷ്യ വാറിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയുമാണ്. അപ്പോൾ അതാണ് അടുത്തത്. ഇനി അടുത്തത് ആരൊക്കെ മേത്തേക്ക് വന്ന് കയറും എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ നമ്മുടെ കടമയും നമ്മുടെ ജോലിയും ചെയ്യാത്തതുള്ളൂ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് ഇങ്ങനെ പെട്ടു പോകുന്നതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ? ഈ വിവാദം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചില വിവാദങ്ങൾ നമുക്കറിയാം ഇത് വിവാദമാകുമെന്നുള്ളത്, പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് ചാടിയതാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് ഹാളിന് വേണ്ടി കാത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു മാർക്കറ്റിംഗും കൂടെ ആയെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഇതുപോലെ ഹാളിൽ ഇത്രയും ഇല്ല, സത്യം പറയട്ടെ, ഞങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇല്ല, അല്ല, ഈ രീതിയിൽ. അതായത് സെൻസറിന് പോയിട്ട് ഇപ്പോൾ 1 മാസത്തിന് മുകളിലായി തിരുവനന്തപുരത്ത്. അന്ന് നമുക്ക് കിട്ടിയ മറുപടിയാണത്. അതായത് അന്ന് വേണമെങ്കിൽ ഞങ്ങൾക്കിത് ന്യൂസാക്കുമായിരുന്നു. അന്നും അത് കഴിഞ്ഞ് ഏകദേശം 3.5-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് വെക്കുന്നത്. അതും കഴിഞ്ഞ് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ മാധ്യമങ്ങൾക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ വാർത്ത അനുസരിച്ചാണ് ഈ വാർത്തയായത്. നമുക്ക് വേണമെങ്കിൽ അന്നൊക്കെ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമായിരുന്നു. നമ്മൾ ശരിക്കും 10-ാം തീയതി റിലീസ് എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ പ്രൊമോഷൻ ഉപയോഗിക്കാനായിരുന്നെങ്കിൽ നമുക്ക് അന്നേ പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതങ്ങനെ വേണ്ട, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആളുകളോട്ട് എത്തേണ്ട സിനിമയല്ല എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് പിന്നെ അങ്ങനെ സംഭവിച്ചപ്പോൾ പിന്നെ പോയി. അതെ, ഞങ്ങളും ഏറെ പ്രതീക്ഷയോടെയാണ് ഹാളിന് വേണ്ടി കാത്തിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു വിധി തന്നെ വരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.